കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് എന്ന് പറയുന്നത്, കേരളത്തിൽ വിവിധ ജാതി മതക്കാർ താമസിക്കുന്നു. അതൊക്കെ ഓക്കെ. 50% കൂടുതൽ ഹിന്ദുക്കളുണ്ട്, 10-25% കൂടുതൽ മുസ്ലിങ്ങളുണ്ട്, കുറേ ക്രിസ്ത്യാനികളുണ്ട്, വിവിധ മതക്കാരുണ്ട്, ജാതിക്കാർ, അതെല്ലാം ഓക്കെ. പക്ഷേ വളരെ നാമമാത്രമായ ഒരു സ്കൂളിൽ നിൽക്കേണ്ട കാര്യം, ഒരു കോളേജിൽ നിൽക്കേണ്ട കാര്യം, ഒരു പുസ്തകത്തിൽ നിൽക്കേണ്ട കാര്യം, ഒരു സ്ഥലത്ത് മാത്രം നിൽക്കേണ്ട കാര്യം, അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെടുക്കേണ്ട കാര്യം നമ്മുടെ സമൂഹമാകെ ചർച്ച ചെയ്യുന്ന, മന്ത്രി അഭിപ്രായം പറഞ്ഞ് തിരുത്തേണ്ടി വരുന്ന ഒരുപാട് മേഖലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഹിജാബാണ്. നേരത്തെ നമ്മുടെ തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിലെ ഒരു അധ്യാപകൻ, ജോസഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ പുസ്തകം എഴുതി. അതിലൊരു വരി പറഞ്ഞുപോയി, ഒരു വാക്ക് പറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈവെട്ടി. എന്തൊരു കോലാഹലമാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞുപോയി. അതുപോലെ തന്നെ അതൊരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ നിന്ദിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് ചെറുപ്പക്കാരിറങ്ങി കൈവെട്ടിയത്. അതിൻ്റെ ന്യായാന്യായങ്ങൾ ഇതുവരെ സമൂഹം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ആ സമൂഹത്തിന് ഭയമാണോ എന്നൊരു ചോദ്യവുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഹിജാബാണ് നമ്മുടെ വിഷയം. ഹിജാബിൻ്റെ വിഷയത്തിൻ്റെ പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു വശത്ത് തർക്കത്തെ എങ്ങനെയൊക്കെ കത്തിച്ച് ജാതി മത വർഗ സംഘടനകളെ രാഷ്ട്രീയമായി കൂടെ നിർത്താൻ കഴിയുമെന്ന് ഓരോരുത്തരും എൻ്റെ അന്വേഷണമാണ്, അതിൻ്റെ ഗവേഷണമാണ് നടക്കുന്നത്. മന്ത്രി തന്നെ കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടും, 2014 കോടതിയുടെ വിധി ഉണ്ടായിട്ടും മന്ത്രി ശിവൻകുട്ടി അവരുടെ ഒരു പ്രസ്താവനയുണ്ട്. മന്ത്രിയോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തി പറയട്ടെ, അങ്ങയുടെ വീഡിയോ അങ്ങ് ഒന്നുകൂടി കാണണം. അങ്ങ് രണ്ട് കാര്യങ്ങൾ പറയുന്നതിനകത്ത് വൈരുദ്ധ്യമുണ്ട്. ഒന്നാമത് അങ്ങ് പറയുന്നു ഹിജാബ് പോലെ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകാൻ ഭരണഘടനാപരമായി സാധ്യതയുള്ളത് കൊണ്ട് അത് അനുവദിക്കണം എന്ന് പറയുന്നു. രണ്ടാമത് അതേ വീഡിയോയിൽ തന്നെ പറഞ്ഞു വരുമ്പോൾ താങ്കൾ പറയുന്നുണ്ട് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ യൂണിഫോം അംഗീകരിക്കണം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ശരിയാവുക? ഒരുപക്ഷെ താങ്കൾ എഴുതി വയ്ക്കാത്തതിൻ്റെയും എഴുതി പറയാത്തതിൻ്റെയും ആലോചിച്ച് പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ശരികേടുണ്ട് അതിനകത്ത്. എന്നിട്ട് ഭരണഘടനയ്ക്ക് താഴെയുള്ള കോടതിയല്ലേ വിധിച്ചത്, ഹൈക്കോടതിയല്ലേ വിധിച്ചത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിശ്ചയിക്കുന്ന യൂണിഫോമാണ് സ്കൂളിൽ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞത് മുസൽമാനായ, ഞാൻ അങ്ങനെ തന്നെ പറയണം, മുസൽമാനായ ഒരു ജഡ്ജിയാണ്. മറ്റാരെങ്കിലുമാണ് ഇത് ഇട്ടിരുന്നെങ്കിൽ പിന്നെ പറയാം RSS ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടകാലത്തിന് ആ ഇട്ട ജഡ്ജി ഏതെങ്കിലും ഹിന്ദുവോ കുറിയോ ചന്ദനമോ ഇട്ടിരുന്നെങ്കിൽ പിന്നെ കഥ ആകെ മാറുമായിരുന്നു കേരളത്തിൽ. എന്തായാലും ഒരു മുസ്ലിമാണ് ആ ഓർഡർ ഇട്ടത്. അത് നമ്മളെ കന്യാസ്ത്രീക്ക് അവിടെ ഛത്തീസ്ഗഡിൽ ജാമ്യം കൊടുക്കാത്തതും ഒരു മുസൽമാനായിരുന്നു. അതൊരു ഹിന്ദു ആയിരുന്നെങ്കിൽ കഥ മാറുമായിരുന്നു. പക്ഷേ എന്തായാലും അത് മുസൽമാനായിരുന്നു. ഞാൻ ജാതി പറഞ്ഞതല്ല, അങ്ങനെയാണ് നമ്മളെ സമൂഹം എല്ലാം വിലയിരുത്തുന്നതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു മുസ്ലിമായിട്ട് നാമധാരിയായിട്ടുള്ള ഒരു ജഡ്ജി ഓർഡർ ഇട്ടപ്പോൾ അത് മുസ്ലിമിന് എതിരായിട്ടാണ് ഓർഡർ ഇട്ടത്. പക്ഷേ അദ്ദേഹം ഭരണഘടനയാണ് നോക്കിയത്, നിയമങ്ങളാണ് നോക്കിയത്, രാജ്യത്തെ ചട്ടങ്ങളാണ് നോക്കിയത്. അങ്ങനെ ഓർഡർ ഇട്ടപ്പോൾ അതിനെതിരെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രി ഒരഭിപ്രായം പറയുന്നത്. അവിടെ മന്ത്രിക്ക് ചെറുതായിട്ട് പിഴച്ചു. അതിനുശേഷം വീണ്ടും രണ്ടാമത് മന്ത്രിക്ക് പിഴച്ചത് അവിടെ ഒരു സമവായമുണ്ടായി. അത് കോൺഗ്രസ്സുകാരാണോ, അവിടുത്തെ സ്ഥലം എം പി ഹൈബി ഈഡനും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവർക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള മാനേജ്മെൻറ്റ് കൂടെ ആയതുകൊണ്ട് അവർ ഇടപെട്ട് സംസാരിച്ച കുട്ടിയുടെ പിതാവിനെയും ബാപ്പയെയും വിളിച്ച് സംസാരിച്ച അവസാനം അദ്ദേഹം വഴങ്ങി. ഞാൻ ശരി, ഈ സ്കൂളിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ എൻ്റെ മകൾ പഠിക്കട്ടെ, ഇതിലൊരു വർഗീയതയും കാണേണ്ട. ഇതിനിടയിൽ SDP പോലുള്ള സംഘടനകൾ ഇതിനകത്ത് വലിയ രീതിയിൽ ഇത് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അവസാനം അത് മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിലേക്ക് കൊണ്ടുപോയി, ഭരണഘടനയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്തെല്ലാം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. കന്യാസ്ത്രീകൾ എന്തിനാണ് തലയിൽ തട്ടമിടുന്ന പോലത്തെ തലയിൽ ഇതിടുന്നത്, അത് അവർക്കിടാമെങ്കിൽ കുട്ടികൾക്ക് ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ വലിയ തോതിലാണ് അതിനെ വർഗീയമായി ചിത്രീകരിച്ചെടുക്കാൻ പറ്റുമോ, വളർത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ഇവിടുത്തെ പല സംഘടനകൾ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും സമവായം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? സമവായം ഉണ്ടായതിനു ശേഷം വീണ്ടും സ്കൂളിന് കത്ത് കിട്ടുന്നു, നിങ്ങൾ അവിടെ ഇത് ഹിജാബ് അനുവദിക്കണമെന്ന്. അങ്ങനെ എന്തിനാണ് ഒരു കത്ത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്? സമവായം ഉണ്ടായെന്ന് പത്രങ്ങളിൽ വരുമ്പോൾ, ചാനലിൽ വരുമ്പോഴെങ്കിലും ആ സർവേ ചെയ്യുന്ന നോട്ടീസ് പിൻവലിക്കണ്ടേ? എന്ത് സംവിധാനമാണ് നമ്മുടേത്? അദ്ദേഹം നോട്ടീസ് കൊടുത്തു. പിന്നെ മന്ത്രി പറയുന്നു സമവായമുണ്ടെങ്കിൽ അത് മതി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പം എല്ലാവരും തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നുണ്ടോ? എല്ലാവരും കേരളത്തിൽ ഏതെങ്കിലും രണ്ട് മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു മതത്തിനകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നിട്ട് വാഴ വെട്ടാനും വെള്ളം കോരാനും തീ ആളിക്കത്തിക്കുവാനും അത് മറ്റ് തലത്തിലേക്ക് പോകണം, അതിൽ നിന്ന് 4 വോട്ട് കിട്ടുമെങ്കിൽ വോട്ട് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ
കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായി ഓരോ ജാതി മത വർഗ സംഘടനകളെ കൂടെ നിർത്താൻ എല്ലാവരും ശ്രമിക്കും. ഇന്നിപ്പോൾ SDP മറ്റൊരു പോസ്റ്റർ വ്യാപകമായി വന്നിട്ടുണ്ട്. അത് പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്താണ്? SDP ഡിമാൻഡ് ചെയ്യുകയാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും ഹിജാബും ബുർഖയും ഒക്കെ ധരിക്കുന്നതിന് അവകാശമുണ്ട്, അത് ഭരണഘടനാപരമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹളത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വികാരമുണ്ടാകും. സാധാരണ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം വികാരമുണ്ടാകും. ഒരു ചന്ദനക്കുറി ഇടുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ചന്ദനക്കുറി മായ്പിച്ചു എന്ന് പറയും, ഒരു മുസ്ലിം സ്കൂളിൽ ചന്ദനക്കുറി മായ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറും. ഒരു മുസ്ലിം സ്കൂളിൽ രാമായണം വായിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറും. കേരളത്തിൽ ഇതിന് ഒരു ഹിന്ദു സ്കൂളിൽ ഹിന്ദുക്കൾക്ക് ധാരാളം സ്കൂളുകളുണ്ട്. ഞാൻ ഹിന്ദു സ്കൂൾ എന്ന് പറയുമ്പോൾ സംഘപരിവാറിനടക്കമുള്ള സ്കൂളുകളുണ്ട്. അവർ നടത്തുന്ന സ്കൂളിൽ ഒരു പാദപൂജ നടന്നാൽ ഉടൻ ചർച്ച വരും. ഇവിടെ ഒരു എന്തെല്ലാം നടത്തിയാലും അതിനെയെല്ലാം വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് ജാതിയുടെ മതത്തിൻ്റെ ആളുകളെ, സാധാരണ ആളുകളിലെ മതത്തിൽ എന്തെങ്കിലും നന്മയുള്ളത് കൊണ്ട് മാത്രം മതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മതമെന്ന് പറയുന്നത് കേവലം ഒരു നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർ ആരും മത മൗലികവാദികളല്ല, മത തീവ്രവാദികളല്ല. അവർ ഭരണഘടനയ്ക്കകത്ത് എല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അവരുടെ മതം അവരുടെ സ്വകാര്യ ജീവിതമായി നിലനിർത്തിക്കൊണ്ട് വിശ്വാസം അവരുടെ സ്വകാര്യ കാര്യമായി പറഞ്ഞുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, പരകോടികളുണ്ട് ഇവിടെ. അങ്ങനെയുള്ള രാജ്യത്ത് അങ്ങനെയുള്ളവരുടെ ഉള്ളിലും ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ഗോത്രത്തിൻ്റെ എന്തെങ്കിലും അനുരണനങ്ങൾ കൊണ്ടുപോയി, എന്തെങ്കിലും തീ കൊണ്ടുപോയിട്ട്, തീയുടെ അംശം കൊണ്ടുപോയിട്ട് അവരുടെ ഉള്ളിലെ അഗ്നിയെയും ജ്വലിപ്പിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹിജാബിനും രാഷ്ട്രീയമാവുകയാണ് അത്. പക്ഷേ ആ പിതാവ് വളരെ കൃത്യമായത് മനസ്സിലാക്കി. പക്ഷെ പിതാവ് മനസ്സിലാക്കി, കുഞ്ഞിൻ്റെ പെൺകുട്ടിയുടെ ബാപ്പ അത് മനസ്സിലാക്കി തിരുത്തിയിട്ടും നമ്മളിപ്പോഴും കേരള സമൂഹം അതിനെ പച്ചുപിടിക്കുകയാണ്. ഇത് തിരുത്തരുതേ, ഇതൊരു സംഘർഷത്തിലേക്ക് പോണേ. ചർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മളടക്കം ചാനലുകൾക്കും ഡിജിറ്റൽ ചാനലുകൾക്കും എല്ലാവർക്കും പത്രങ്ങൾക്കും എല്ലാവർക്കും വലിയൊരു അവസരം കിട്ടുമല്ലോ. BJPക്ക് കിട്ടാനുള്ളത് BJPക്കും, UDFന് കിട്ടാനുള്ള UDFും, LDFന് കിട്ടാനുള്ള LDFും, മതജാതി സംഘടന കിട്ടാനുള്ളത് അവർക്കും എടുക്കാൻ പറ്റുമല്ലോ. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഒരു സ്കൂളിലുണ്ടായ വിഷയം, ആ സ്കൂളിൽ ആ മാനേജ്മെൻറ്റും ആ കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും കൂടി ചർച്ച ചെയ്യുക. ശരി, സ്കൂളിൽ ഇതാണ് കർശനമായ നിയമമെങ്കിൽ ഞങ്ങൾ ആ സ്കൂളിലേക്കില്ല, ഞങ്ങൾ മറ്റൊരു സ്കൂളിൽ, ഇത്രയും കർശനമല്ലാത്ത ഒരുപാട് സ്കൂളുകൾ, മുട്ടിന് സ്കൂളുള്ള നാടല്ലേ, ഇവിടെ ഇത്രയും കർശനമല്ലാത്ത സ്കൂളുള്ള ഒരു പ്രദേശത്തേക്ക് മകളെ മാറ്റിക്കൊണ്ട് പോകാമെന്ന് അച്ഛനും ആദ്യം കരുതുന്നില്ല. അച്ഛനും വാശി പിടിക്കുന്നു. അവിടെ 150ഓളം മുസ്ലിം കുട്ടികളുണ്ട്. അവിടെ അവർക്കാർക്കുമില്ലാത്തൊരു പ്രിവിലേജ് ഈ ഒരു കുട്ടിക്ക് കിട്ടണമെന്ന് പിതാവ് വാശി പിടിക്കുന്നു. ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് അവർ സമവായത്തിലെത്തിയിട്ടും എഴുതി കൊടുക്കണം എന്ന് പറയുന്നൊരു വാക്കിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും പിതാവിനെ ആരോ കുത്തിത്തിരിക്കുന്നു, എഴുതി കൊടുക്കരുത്. സമ്മതിച്ചെങ്കിൽ പിന്നെ വാക്കാൽ സമ്മതിച്ചെങ്കിൽ, ഓറലായി സമ്മതിച്ചെങ്കിൽ എന്തുകൊണ്ട് എഴുതി കൊടുത്തൂടാ? പക്ഷെ എഴുതി കൊടുക്കരുതെന്നാണ് പിതാവിനോട് പറയുന്നത്. അപ്പോൾ എഴുതി കൊടുക്കാതിരിക്കാൻ പിതാവിൻ്റെ പുറത്ത് സമ്മർദ്ദം, ഈ വിഷയത്തെ വഷളാക്കാൻ പിതാവിൻ്റെ പുറത്ത് സമ്മർദ്ദം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, വളർന്നു വരുന്ന കുട്ടികൾക്ക്, അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് പർദ്ദയിടിയിച്ചും പിന്നെ ബുർക്കയിടിയിച്ചും അവരെ ജാതി മത വിശ്വാസങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും മതത്തിലേക്കൊക്കെ അവരെ വല്ലാതെ തളച്ചിടുമ്പോൾ അവർ അതിനെതിരായി സർവതന്ത്ര സ്വതന്ത്രരായി ചിന്തിക്കുന്ന കാലത്തിലേക്കാണ് ലോകം പോകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളായാലും സ്കൂളായാലും കോളേജായാലും അധ്യാപകരായാലും സംഘടനകളായാലും ഗവൺമെൻറ് ആയാലും കാലത്തിനനുസരിച്ച് ചിന്തിച്ചില്ലെങ്കിൽ കാലക്കേട് വരും എന്നുള്ള കാര്യം കൂടി നമ്മളെല്ലാം ഓർത്തിരിക്കണം.